നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബങ്കര മഞ്ചേശ്വരം ഹൊസങ്കടിക്ക് സമീപം കൊപ്പളപ്പുഴയിൽ അജ്ഞാത മൃതദേഹം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോൺഗ്രസ് നേതാവ് വിനോദ് കുമാർ പള്ളയിൽ വീടിന് നാട് കണ്ണീരോടെ വിട നൽകി. സർവകക്ഷി അനുശോചന യോഗവും ചേർന്നു. നുള്ളിപ്പാടിയിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. കാസർഗോഡ് ബദിയടുക്കയിൽ വയോധികനെ പഞ്ചായത്ത് സെക്രട്ടറി മർദ്ദിച്ചതായി പരാതി. നീർച്ചാൽ സ്വദേശി അബ്ദുൾ റഹ്മാനാണ് മർദ്ദനമേറ്റത്. ചെറുവത്തൂരിലെ കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല വിവാദം. സമരം ഒഴിവാക്കണമെന്ന് CPM നേതൃത്വത്തിന്റെ നിർദ്ദേശം. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ ഹൊസ്ദുർഗ് സൗത്ത് താലൂക്ക് സമ്മേളനം നടന്നു. സംസ്ഥാന സെക്രട്ടറി PU ശങ്കരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ബങ്കര മഞ്ചേശ്വരം ഹൊസങ്കടിക്ക് സമീപം കൊപ്പളപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബങ്കര മഞ്ചേശ്വരം ഹൊസങ്കടിക്ക് സമീപം കൊപ്പളാപ്പുഴയിൽ ബുധനാഴ്ച വൈകിട്ടാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മഞ്ചേശ്വരം SI പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. നഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. 3 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം. കർണാടക പുത്തൂർ വിട്ല ഭാഗത്തു നിന്നും ആനേക്കല്ലു, മുന്നിപ്പാടി, കൊടങ്ങെ, വാമഞ്ചൂർ ചെക്ക് പോസ്റ്റ് വഴി കൊപ്പളയിലേക്ക് ഒഴുകിയെത്തുന്ന പുഴയിലാണ് മൃതദേഹം കണ്ടത്. ഹൊസബെട്ടു കടലിൽ പതിക്കുന്ന നീരൊഴുക്ക് കുറഞ്ഞ ഈ പുഴയിൽ മൃതദേഹം എങ്ങനെ എത്തിയെന്നത് വ്യക്തമല്ല. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു. ആളെ തിരിച്ചറിയുന്നതിനായി ജില്ലയിൽ കാണാതായവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കോൺഗ്രസ് നേതാവ് വിനോദ് കുമാർ പള്ളയിൽ വീടിന് നാട് കണ്ണീരോടെ വിട നൽകി. നാടിന്റെ നാനാഭാഗത്തു നിന്നും 100 കണക്കിന് ആളുകൾ അനുശോചനം രേഖപ്പെടുത്താനെത്തി. സർവകക്ഷി അനുശോചന യോഗവും നടന്നു. അകാലത്തിൽ വിട പറഞ്ഞ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ പള്ളയിൽ വീടിന് നാട് വിട ചൊല്ലി. നാടിന്റെ നാനാഭാഗത്തു നിന്നും 100 കണക്കിന് ആളുകളാണ് അനുശോചനം രേഖപ്പെടുത്താനെത്തിയത്. സർവകക്ഷി അനുശോചന യോഗവും ചേർന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുല്ലൂരിൽ നടന്ന യോഗത്തിൽ DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, CPIM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി, BJP ജില്ലാ ജനറൽ സെക്രട്ടറി വേലായുധൻ കൊടവലം, CPI അസിസ്റ്റന്റ് സെക്രട്ടറി KV കൃഷ്ണൻ, സജീവ് ജോസഫ് MLA, M വിൻസെന്റ് MLA, KP കുഞ്ഞിക്കണ്ണൻ, ഹക്കീം കുന്നിൽ, ഇബ്രാഹിം കുട്ടി കള്ളാർ, B കമാരൻ, ഹരീഷ് B നമ്പ്യാർ, കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, രതീഷ് പുതിയപുര, PP രാജു, TP നന്ദകുമാർ, ബിനു പുളിക്കണ്ടം, K നീലകണ്ഠൻ, A ഗോവിന്ദൻ നായർ, ബാലകൃഷ്ണൻ പെരിയ, MC ഖമറുദ്ദീൻ, രമേശൻ കരുവാച്ചേരി, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, PG ദേവ്, MC പ്രഭാകരൻ, KR കാർത്തികേയൻ, മിനി ചന്ദ്രൻ, ജവാദ് പുത്തൂർ, CK അരവിന്ദൻ, KV ഗോപാലൻ, KPCC മൈനോറിറ്റി സെൽ ചെയർമാൻ KM ഹാരിസ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ശ്രീ വിനോദ് കുമാർ പള്ളയിൽ വീട് എനിക്ക് ആരാന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കണ്ടെത്താൻ പ്രയാസമാണ്. എൻ്റെ കൂടപ്പിറപ്പാണോ എന്ന് ചോദിച്ചാൽ കൂടപ്പിറപ്പാണ്. എൻ്റെ ജീവനാണോ എന്ന് ചോദിച്ചാൽ ജീവനാണ്. ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി എൻ്റെ ജീവന്റെ ജീവനായിരുന്നു. ഞാനിവിടെ വന്ന നാളെ മുതൽ ഞങ്ങൾ തമ്മിൽ ഒരു വലിയ വൈകാരിക ബന്ധമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നുള്ളിപ്പാടിയിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. നഗരസഭാ കൌൺസിലറും ആക്ഷൻ കമ്മിറ്റി ചെയർമാനുമായ P രമേശ് ഉദ്ഘാടനം ചെയ്തു. നുള്ളിപ്പാടിയിൽ ദേശീയപാതയോട് ചേർന്ന് നുള്ളിപ്പാടി, ചെന്നിക്കര, നേതാജി ഹൗസിംഗ് കോളനി, സുരഭി ഹൗസിംഗ് കോളനി, JP ഹൗസിംഗ് കോളനി, തളങ്കര ക്ലസ്റ്റർ, ബദിബാഗിലു, കോട്ടക്കണി എന്നിവിടങ്ങളിലായി 2000-ഓളം വീടുകളുണ്ട്. കാസർഗോട്ടെ പ്രധാന ആശുപത്രിയായ കെയർവെൽ ആശുപത്രിയും നുള്ളിപ്പാടി ദേശീയപാതയോരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നഗരസഭ പൊതുശ്മശാനം, റേഷൻ ഷോപ്പ്, നുള്ളിപ്പാടി അയ്യപ്പസ്വാമി ക്ഷേത്രം, നുള്ളിപ്പാടി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ്, കോട്ടക്കണി സെന്റ് തോമസ് ദേവാലയം, അണങ്കൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി, ഓട്ടോ സ്റ്റാൻഡ്, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവയും ഇവിടെയുണ്ട്.
ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നുള്ളിപ്പാടിയിലെ ചെന്നിക്കര ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ അണങ്കൂരിലെത്തി അവിടെയുള്ള അടിപ്പാതയിലൂടെ ചുറ്റി വേണം ഇവിടേക്കെത്തുവാൻ. അണങ്കൂർ ഭാഗത്തു നിന്നും കോട്ടക്കണി ഭാഗത്തേക്ക് പോകേണ്ടവർ പുതിയ ബസ് സ്റ്റാൻഡിലെത്തി വേണം തിരിച്ചു പോകുവാൻ. ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണുവാൻ നുള്ളിപ്പാടിയിൽ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തിയത്. നഗരസഭാ കൗൺസിലറും ആക്ഷൻ കമ്മിറ്റി ചെയർമാനുമായ പി രമേശ് സമരം ഉദ്ഘാടനം ചെയ്തു. വളരെ വൈകിട്ടാണ് ഈ സമരം ആരംഭിച്ചിട്ടുള്ളത്. വൈകാനൊരു കാരണമുണ്ട്. ഫ്ലൈ ഓവർ ഏകദേശം കേരള ആശുപത്രിയുടെ അവിടെ വരെ നീളുന്നുണ്ട് എന്നുള്ളതായിരുന്നു മുമ്പ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫ്ലൈ ഓവറിൻ്റെ പ്രവർത്തനം വരുന്നത് വരെ ഞങ്ങൾ കാത്തു നിന്നത്. ഇപ്പോൾ മനസ്സിലാക്കുന്നു ഫ്ലൈ ഓവറിൻ്റെ പില്ലർ, ഏറ്റവും അവസാനത്തെ പില്ലർ പുതിയ ബസ് സ്റ്റാൻഡിൽ അവസാനിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ വളരെ ദുരിതം അനുഭവിക്കും. തൊട്ടടുത്തുള്ള അണ്ടർപാസുള്ള അണങ്കൂർ ജംഗ്ഷനിലാണ്. അവിടെ വരെ പോയി തിരിച്ചു വരേണ്ട അവസ്ഥയാണ് ഇവിടെയുള്ളത്. ഇവിടെ ആശുപത്രികളുണ്ട്, വിവിധ ആശുപത്രികൾ, ആരാധനാലയങ്ങൾ, അതൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ ശ്മശാനമാണ് പൊതുവായിട്ട് ഉള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള വിഷയം. ഒരു പൊതുശ്മശാനം, ആ ശ്മശാനത്തിലേക്ക് ആളുകൾക്ക് പോകണമെങ്കിലും ഇത്രയും ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ, അതായത് ഫ്ലൈ ഓവർ ഇവിടെ ഇല്ല എന്നുള്ള മനസ്സിലാക്കിയ ഘട്ടത്തിലാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായത്. ഞങ്ങൾ ഈ സമരം വിജയിക്കുന്നതുവരെ മുമ്പോട്ട് പോകും, പ്രക്ഷോഭങ്ങളുമായി മുമ്പോട്ട് പോകും. എല്ലാ അധികാരികളോടും ഞങ്ങൾക്ക് സ്നേഹപൂർവ്വം ആവശ്യപ്പെടാനുള്ളത് ഇവിടെ ഒരു അണ്ടർപാസ് അനുവദിച്ചു തരണം എന്നുള്ളതാണ്. എം ലളിത അധ്യക്ഷത വഹിച്ചു. അനിൽ ചെന്നിക്കര സ്വാഗതം പറഞ്ഞു. കൗൺസിലർമാരായ വിമല ശ്രീധർ, ശാരദ, ഡോക്ടർ അഫ്സൽ, ഹരീഷ് കോട്ടക്കണി, രവി, ശങ്കര, JP കോളനി, ഉപേന്ദ്രൻ, വിനോദ് കുമാർ, ഗണേഷ്, രാമൻ ചെന്നിക്കര, സുരേന്ദ്രൻ, ബിന്ദു, ഇല്യാസ്, ഷിഹാബ് സൽമാൻ, അസൈനാർ തോട്ടുംഭാഗം, ദിനേശ്, നാസർ, ബിജു ഉണ്ണിത്താൻ, ഹരീഷ് നെല്ലിക്കുന്ന, റാഫേൽ, ഡോക്ടർ ജയദേവ്, നാഗരാജ ഭട്ട്, സുഹറ ഹമീദ്, അശോകൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ബദിയടുക്കയിൽ വയോധികനെ പഞ്ചായത്ത് സെക്രട്ടറി മർദ്ദിച്ചതായി പരാതി. നീർച്ചാൽ സ്വദേശി അബ്ദുൾ റഹ്മാനാണ് മർദ്ദനമേറ്റത്. കടയിൽ പിഴ നോട്ടീസ് നൽകിയതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ അബ്ദുൾ റഹ്മാൻ പഞ്ചായത്തിലെത്തിയപ്പോൾ സെക്രട്ടറി രാജേന്ദ്രൻ മർദ്ദിച്ചുവെന്നാണ് പരാതി. ബദിയടുക്ക നീർച്ചാൽ സ്വദേശിയായ അബ്ദുൽ റഹ്മാന്റെ വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കണ്ട് പഞ്ചായത്ത് 10,000 രൂപ പിഴ ഈടാക്കിയിരുന്നു. വിഷയത്തിൽ വ്യക്തത വരുത്തുവാൻ മകനൊപ്പം പഞ്ചായത്തിലെത്തിയപ്പോൾ സെക്രട്ടറി രാജേന്ദ്രൻ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് അബ്ദുൽ റഹ്മാന്റെ പരാതി. അബ്ദുൽ റഹ്മാനും മകനും ചെങ്കളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അബ്ദുൽ റഹ്മാനും പഞ്ചായത്ത് സെക്രട്ടറിയും തമ്മിലുള്ള രൂക്ഷമായ വാക്കേറ്റം ദൃശ്യത്തിലുണ്ട്. ഞങ്ങൾക്ക് ഇറങ്ങാലോ, ഞങ്ങൾക്ക് അധികാരമുള്ളത്, ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിന്റെ ഉപ്പാനെ ഉപദ്രവിക്കുന്നു, അതിന്റെ ഉപ്പാനെ ഉപദ്രവിക്കുന്നു, ഉപ്പാനെ അബ്ദുൽ റഹ്മാന്റെ കടയ്ക്ക് സമീപം പ്ലാസ്റ്റിക് ചാക്കുകൾ ഉണ്ടായിരുന്നു. ഇത് സാധാരണയായി ഹരിതകർമ്മസേന വന്നാണ് ശേഖരിക്കാറുള്ളത്. എന്നാൽ കഴിഞ്ഞ 3 മാസമായി ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് എടുത്തിട്ടില്ല. അങ്ങനെ 3 മാസങ്ങളിലേതായി കൂടിക്കിടന്ന പ്ലാസ്റ്റിക് കവറുകൾ കണ്ടാണ് പഞ്ചായത്ത് 10,000 രൂപ പിഴ ഈടാക്കിയതെന്നാണ് അബ്ദുൽ റഹ്മാൻ പറയുന്നത്. അബ്ദുൽ റഹ്മാനും മകനും ഓഫീസിലെത്തി പ്രകോപനമുണ്ടാക്കിയെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പ്രതികരണം. ഇരുവർക്കുമെതിരെ സെക്രട്ടറി പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ബദിയടുക്ക പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ വിഷയത്തിൽ പ്രതിഷേധവുമായി ബദിയടുക്ക പഞ്ചായത്ത് ജീവനക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. തൊഴിൽ സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഴുവൻ ജീവനക്കാരും അവധിയെടുത്ത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജീവനക്കാർക്കെതിരെ ചീത്ത പറഞ്ഞതൊന്നും വീഡിയോയിലില്ല, അവരെ തള്ളിയിട്ടത് വീഡിയോയിലില്ല. അതിന്റെ ചെറിയൊരു ഭാഗം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് വാർത്ത സൃഷ്ടിക്കുന്നത് ഒരിക്കലും നേരായ പ്രവൃത്തിയല്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോൺഗ്രസ് സമരാഗ്നി സംസ്ഥാനതല ജാഥയ്ക്ക് കാസർഗോഡ് ജില്ലാതല സംഘാടക സമിതി രൂപീകരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു.
KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP-യും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി സംസ്ഥാനതല ജാഥയ്ക്ക് കോൺഗ്രസ് ജില്ലയിൽ സംഘാടക സമിതി രൂപീകരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. N സുബ്രഹ്മണ്യൻ, സോണി സെബാസ്റ്റ്യൻ, PM നിയാസ്, KP കുഞ്ഞിക്കണ്ണൻ, ഹക്കീം കുന്നിൽ, K നീലകണ്ഠൻ, PA അഷ്റഫ് അലി, കരിമ്പിൽ കൃഷ്ണൻ, മീനാക്ഷി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂരിലെ കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല സമരം ഒഴിവാക്കണമെന്ന് CPM നേതൃത്വത്തിന്റെ നിർദ്ദേശം. തൊഴിലാളി യൂണിയൻ ഫ്രാക്ഷൻ യോഗത്തിലാണ് പാർട്ടി നേതൃത്വം കർശന നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്നാണ് വിവരം. ചെറുവത്തൂർ സ്റ്റേഷൻ റോഡിൽ ഒറ്റ ദിവസം തുറക്കുകയും പൂട്ടുകയും ചെയ്ത കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല തുറക്കണമെന്ന ആവശ്യമായി നടക്കുന്ന സമരം ഒഴിവാക്കാൻ CPM ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ചതായി സൂചന. ട്രേഡ് യൂണിയൻ ഫ്രാക്ഷൻ യോഗത്തിലാണ് പാർട്ടി നേതൃത്വം കർശന നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്നാണ് വിവരം. ചുമട്ടു തൊഴിലാളികളുടെ നേതൃത്വത്തിൽ 3 ആഴ്ചയായി നടത്തിവരുന്ന സമരത്തിനിടയിലാണ് കഴിഞ്ഞ ദിവസം CPM, CITU അനുഭാവികളും വർഗ സംഘടനാ ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ 250-ൽ പരം പേർ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനം നടന്നത്. ഇതോടെയാണ് വിഷയത്തിൽ ഇടപെട്ട് CPM ജില്ലാ നേതൃത്വം പാർട്ടി ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, മുൻ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട നേതാക്കൾ പങ്കെടുത്ത ഫ്രാക്ഷൻ യോഗം വിളിച്ചു ചേർത്തതെന്നാണ് സൂചന. ഇപ്പോൾ മദ്യവിൽപ്പന കേന്ദ്രത്തിന് മുന്നിൽ നടത്തുന്ന സമരം ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് പാർട്ടി നേതൃത്വം പ്രധാനമായും മുന്നോട്ട് വെച്ചത്. നിലവിൽ പൂട്ടിക്കിടക്കുന്ന മദ്യവിൽപ്പന കേന്ദ്രം തുറക്കില്ലെന്നും പകരം 3 മാസത്തിനകം ചെറുവത്തൂരിൽ തന്നെ മറ്റൊരിടത്ത് വിൽപ്പനശാല പ്രവർത്തനം തുടങ്ങുമെന്നും അതുവരെ പൂട്ടിയിട്ട മദ്യവിൽപ്പന കേന്ദ്രത്തിലെ മദ്യം മാറ്റില്ലെന്നും നേതാക്കൾ യോഗത്തിൽ പറഞ്ഞതെന്നാണ് വിവരം. പാർട്ടി അനുഭാവ കൂട്ടായ്മകളുടെ പേരുകളിൽ ചെറുവത്തൂരിൽ മദ്യവിൽപ്പനശാല തുറക്കണമെന്ന ആവശ്യവുമായി വ്യാപകമായി ബാനറുകൾ ഉയർത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കൈക്കൂലി വാങ്ങുന്നതിനിടെ കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ പ്രൊഫസർ വിജിലൻസിന്റെ പിടിയിൽ. സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ AK മോഹനാണ് പിടിയിലായത്. സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ ഗസ്റ്റ് ഫാക്കൽറ്റിയായി ജോലി ചെയ്തിരുന്ന വ്യക്തി നൽകിയ പരാതിയെ തുടർന്ന് വിജിലൻസ് വടക്കൻ മേഖല പോലീസ് സൂപ്രണ്ട് പ്രജീഷ് തോട്ടത്തലിന്റെ നേതൃത്വത്തിൽ കെണിയൊരുക്കുകയും ആദ്യ ഗഡുവായ 20,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ കാസർഗോഡ് വിജിലൻസ് DYSP VK വിശ്വംഭരന്റെ നേതൃത്വത്തിലുള്ള സംഘം മോഹനെ കൈയോടെ പിടികൂടുകയായിരുന്നു. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ KSTA ഹൊസ്ദുർഗ് സൗത്ത് താലൂക്ക് സമ്മേളനം KMK ഓഡിറ്റോറിയത്തിൽ നടന്നു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ സ്ഥിരമായി ഗൈനക്കോളജിസ്റ്റിനെ നിയമിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ KSTA ഹൊസ്ദുർഗ് സൗത്ത് താലൂക്ക് സമ്മേളനം KMK ഓഡിറ്റോറിയത്തിൽ നടന്നു. തൃക്കരിപ്പൂർ ഉൾപ്പെടെ വിവിധ പഞ്ചായത്തുകളിലെ 100 കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ സ്ഥിരമായി ഗൈനക്കോളജിസ്റ്റിനെ നിയമിക്കണമെന്ന് കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു. തയ്യൽ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്നും ദീർഘദൂര ട്രെയിനുകൾക്ക് തൃക്കരിപ്പൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും സമ്മേളനം അംഗീകരിച്ച മറ്റു പ്രമേയങ്ങളിൽ ആവശ്യമുന്നയിച്ചു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി PU ശങ്കരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തയ്യൽ തൊഴിലാളികളുടെ പെൻഷനും കുടിശ്ശികയായിട്ടുണ്ട്. അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും, കഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ ആനുകൂല്യങ്ങൾ 2010 അതായത് ആദ്യം 985 10 രൂപ അടച്ചത് പിന്നീട് 20 രൂപയാകും. 2020 അത് 50 രൂപയാകും വർദ്ധിപ്പിക്കുന്ന സമയത്ത് അതിന്റെ ആനുകൂല്യ വർദ്ധനവ് അപ്പോൾ തന്നെ പ്രഖ്യാപിക്കാതിരിക്കുകയും ആ സമയത്ത് സംഘടന ഇടപെടുകയും ശക്തിയായ നിവേദനം എന്ന് നിങ്ങൾക്കറിയാം. ഈ പല പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ കോവിഡിന് ശേഷം സംസ്ഥാന കമ്മിറ്റി ഒരു പ്രക്ഷോഭത്തിന് തയ്യാറായിട്ട് നേതൃത്വം കൊടുത്തിട്ടില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. താലൂക്ക് പ്രസിഡന്റ് A ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം K രുക്മിണി, ജില്ലാ പ്രസിഡന്റ് C സുരേഷ് ഭട്ട്, ജില്ലാ ട്രഷറർ M മാലതി, സെക്രട്ടറി വിനോദ് ഉദിനൂർ, KV ദാമോദരൻ, MK കുഞ്ഞികൃഷ്ണൻ, M രാജൻ, KP ഗീത, PK റഹ്മത്ത്, PK സിന്ധു, PV രതി എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ പുതിയ പ്രസിഡന്റായി A ചന്ദ്രനെയും വൈസ് പ്രസിഡന്റുമാരായി PV നളിനി, MK കുഞ്ഞികൃഷ്ണൻ എന്നിവരെയും ജനറൽ സെക്രട്ടറിയായി വസന്ത ബാലനെയും ജോയിന്റ് സെക്രട്ടറിമാരായി EP ശ്രീലേഖ, PK സിന്ധു എന്നിവരെയും ട്രഷററായി PV രതിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അൽ ജാമിയത്തുൽ അൻസാരിയ അൽ ഇസ്ലാമിയ പയ്യക്കി ഉസ്താദ് ഇസ്ലാമിക് അക്കാദമി 16ാം വാർഷിക 2ാം സന്നദ്ധാന മഹാസമ്മേളനത്തിന് തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
വ്യാഴാഴ്ച മഖാം സിയാറത്ത്, വിളംബര റാലി, പതാക ഉയർത്തൽ, ഉദ്ഘാടന സമ്മേളനം എന്നിവ നടന്നു. വെള്ളിയാഴ്ച 3 മണിക്ക് നടക്കുന്ന പ്രവാസി സംഗമം സയ്യിദ് സൈഫുല്ല തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഖാദർ ഹാജി നൂർ മഹൽ, സലാം ചേവാർ, മഹമ്മൂദ് ഹാജി സാഗ് തുടങ്ങിയവർ അതിഥികളായിരിക്കും. 4 മണിക്ക് സ്നേഹസംഗമം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് വിദ്യാർത്ഥി യുവജന സംഗമം, ഉലമ ഉമറ സംഗമം എന്നിവ നടക്കും. രാത്രി 7 മണിക്കാണ് സമാപന സമ്മേളനം. പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഷവ്വാൽ ആദ്യവാരം ഷെയ്ഖുന OK ഉസ്താദിൻ്റെ ഓർമ്മ പുസ്തകമായ തലമുറകളുടെ ഗുരുസാഗരം എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി സംസ്ഥാനതല ബുക്ക് ടെസ്റ്റ് മത്സരം സംഘടിപ്പിക്കും. മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്ന മത്സര വിജയിക്ക് സൗജന്യ ഉംറ, അതോടൊപ്പം മദീന സിയാറ. 2ാം സ്ഥാനം നേടുന്നവർക്ക് സൗജന്യ ഫാമിലി അജ്മീർ സിയാറ. 3ാം സ്ഥാനം നേടുന്നവർക്ക് സൗജന്യ അജ്മീർ സിയാറകൾക്ക് അവസരം നൽകും. ചെയർമാൻ അബ്ദുൾ മജീദ് ദാരിമി, ഹനീഫ് ഹാജി, അസീസ് മരിക്കെ, സ്വാലിഹ് ഹാജി, ഹമീദ് ഹാജി, മുഹമ്മദ് ഫൈസി കജെ, മുഹമ്മദ് കുഞ്ഞി പൈവളികെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക കേന്ദ്രത്തിൽ നടന്നുവരുന്ന ഫാം കാർണിവലിൽ കൃഷിയും അനുബന്ധ കാര്യങ്ങളും കാണാനും പഠിക്കാനുമുള്ള സൗകര്യത്തോടൊപ്പം വിനോദത്തിനും അവസരമുണ്ട്. ഫാം കാർണിവലിൽ ഒരുക്കിയ ഹെൽത്ത് കോർണറിലെ ആരോഗ്യജാലകം 100 കണക്കിന് പേരാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഹെൽത്ത് കോർണറിൽ ഒരു കുടക്കീഴിൽ 5 വിഭാഗങ്ങളുടെ സേവനങ്ങളാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. അലോപ്പതി, നാച്ചുറോപ്പതി, ആയുർവേദ, ഹോമിയോ, മെഡിറ്റേഷൻ എന്നിവയാണ് കൃഷിയുടെ കൂടെ ഹെൽത്ത് കോർണറിൽ ഒരുക്കിയത്. സൗജന്യ പരിശോധന ഇവിടെ നൽകി വരുന്നുണ്ട്. ശ്രീരാമചന്ദ്ര മിഷൻ പയ്യന്നൂർ സെന്ററിന്റെ നേതൃത്വത്തിൽ മാനസികാരോഗ്യവും അതുവഴി ശാരീരിക ആരോഗ്യം കൈവരിക്കുന്നതിനുമായി നടത്തുന്ന ഹാർട്ട് ഫുൾനെസ് മെഡിറ്റേഷൻ, റിലാക്സേഷൻ എന്നിവയിലുള്ള സൗജന്യ പരിശീലനമാണ് മറ്റൊരു ആകർഷണം. രോഗികളെ പരിശോധിക്കുകയും ആവശ്യമായ ചികിത്സ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഫാം കാർണിവലിൽ എത്തിച്ചേരുന്നവർക്ക് ഇതിനകം തന്നെ ഹെൽത്ത് കോർണർ ആശ്വാസമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക കേന്ദ്രം മേധാവി ഡോക്ടർ T വനജ അഭിപ്രായപ്പെട്ടു. രോഗം വന്ന് അത് ചികിത്സിക്കാനുള്ള ഭക്ഷണം പോലെ മരുന്ന് കഴിക്കലുമല്ല, നമ്മൾ രോഗം വരാതിരിക്കാനുള്ള ആദ്യം നോക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള പിന്നീട് നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 ചികിത്സാ സമ്പ്രദായങ്ങളെ, 5 കോർണറുകൾ, 5 ഹെൽത്ത് ആസ്പെക്റ്റുകളെ ക്ലബ് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു ഹെൽത്ത് കോർണർ ഒരുക്കിയിരിക്കുന്നത്. ഒന്ന് മെഡിറ്റേഷൻ, യോഗ, ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, ഇങ്ങനെ 5 ബഹുമുഖ ചികിത്സയെയും കോർത്തിണക്കിയിട്ടുള്ളൊരു കോർണറാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിവിധ വിളകളും വിളകളുടെ ബയോ പാർക്കുകളും ഉൾപ്പെടെ കാണാനും പഠിക്കാനുമായി കൃഷിയോട് ആഭിമുഖ്യമുള്ള 100 കണക്കിന് ആളുകൾ നിത്യവും കാർണിവലിനെത്തുന്നുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഡെമോൺസ്ട്രേഷനുകളും വ്യത്യസ്ത മേഖലകളുടെ പ്രായോഗിക പരിശീലനങ്ങളും വിത്ത് നടീൽ വസ്തുക്കളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും വിപണനമേളയും കർഷകർക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സങ്കരയിനം തെങ്ങിൻ തൈകളടക്കം വിവിധ നടീൽ വസ്തുക്കൾ, അടുക്കളത്തോട്ട കിറ്റ്, വിവിധ ജൈവ ഉൽപാദന ഉപാധികൾ, ഫാമിൽ നിന്നും അപ്പപ്പോൾ പറിച്ചു നൽകുന്ന ഫ്രഷ് ഫാം ചീര ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ, നെൽവിത്തുകൾ എന്നിവ ഫാം കാർണിവലിന്റെ ഭാഗമായി വിപണനം ചെയ്തു വരുന്നുണ്ട്. ഈ മാസം 4-ന് ആരംഭിച്ച കാർണിവൽ 14-ന് ഞായറാഴ്ച സമാപിക്കും. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ദേളി HNC ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 15ഓളം സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, ശിശുരോഗ വിഭാഗം, ENT, ത്വക്ക് രോഗ വിഭാഗം, യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ജനറൽ സർജറി, ന്യൂറോളജി, മനോരോഗ വിഭാഗം, ഫിസിയോതെറാപ്പി, ഡയറ്റീഷ്യൻ, വെരിക്കോസ് വെയിൻ സ്പെഷ്യലിസ്റ്റ്, ഫാമിലി മെഡിസിൻ തുടങ്ങിയ 15ഓളം സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാസർഗോഡ് ദേളി HNC ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി. ഈ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനമായിരുന്നു ക്യാമ്പിലെത്തിയവർക്കായി ഒരുക്കിയിരുന്നത്. ക്യാമ്പിൽ ലാബിൽ 25%, എക്സ്റേക്ക് 25%, ഫാർമസിയിൽ 15%, സർജറിക്ക് 25% തുടങ്ങിയ ഡിസ്കൗണ്ടുകളും ഉണ്ടായിരുന്നു. ക്യാമ്പിൽ പങ്കെടുക്കുവാൻ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നിരവധി പേർക്ക് ആശ്വാസമായി മാറി. ഈ കാലഘട്ടത്തിൽ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രോഗികളും
അപ്പം സാധാരണക്കാരനായ ആളുകൾക്ക് HNCയിൽ കൊടുക്കുന്ന ഒരു കെയർ, അതോടൊപ്പം അവർക്ക് കൊടുക്കുന്നൊരു പരിഗണന, അതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള ക്യാമ്പുകൾ തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നല്ലൊരു ഡോക്ടറെ കാണുക, പ്രത്യേകിച്ച് ഇന്നത്തെ സാമ്പത്തിക പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കാസർഗോഡ് ദേളിയിലുള്ള ആളുകൾക്ക് നമ്മുടെ HNCയുടെ ഇതുപോലെയുള്ള ക്യാമ്പ് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് ക്യാമ്പുകളൊക്കെ നമ്മൾ ഈ HNCയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് അറിഞ്ഞുകൊണ്ട് ഇതിനെ കൂടുതൽ ക്യാമ്പ് ഇനിയും ഒരുപാട് ക്യാമ്പുകളെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസം. എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നിരവധി പേർക്ക് ആശ്വാസമായി മാറി. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിജാസ് മംഗലാട്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പബ്ലിക് റിലേഷൻ മാനേജർ റാഫി പാറയിൽ അധ്യക്ഷത വഹിച്ചു. ശോഭ, സജീർ, താജുദ്ദീൻ, നവീൻ, റോസ്ലി, ശ്രീജ, സത്താർ, മഷൂക്ക എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ രാഹുൽ മോഹൻ സ്വാഗതവും ചീഫ് അക്കൗണ്ടന്റ് നജീബ് നന്ദിയും പറഞ്ഞു. പ്രശസ്തരായ 4 ഡോക്ടേഴ്സിൻ്റെ സേവനം ഇന്നു മുതൽ HNC ഹോസ്പിറ്റൽ ദേളിയിൽ ലഭ്യമാണ്. അതിൽ ഞങ്ങൾ എടുത്തു പറയുന്നു ഡോക്ടർ പ്രസാദ് മേനോൻ. നമുക്കറിയാം കാസർഗോഡിൻ്റെ തന്നെ ഓർത്തോപീഡിക് സർജൻ, അദ്ദേഹത്തിൻ്റെ സേവനം ഇന്നു മുതൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ മംഗലാപുരം KMC ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഡോക്ടർ അനുരാഗ് ഷെട്ടി, ഗ്യാസ്ട്രോ എൻട്രോളജി ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ സേവനവും ലഭ്യമാണ്. കൂടാതെ വെരിക്കോസ് വെയിൻ സ്പെഷ്യലിസ്റ്റ്, ജനങ്ങളെ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിഭാഗമാണ് വെരിക്കോസ് വെയിൻ എന്നുള്ളത്. അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മന്ദീപ് സാഗർ, അദ്ദേഹത്തിൻ്റെ സേവനവും HNC ഹോസ്പിറ്റലിൽ ദേളിയിൽ ലഭ്യമാണ്. കൂടാതെ യൂറോളജി ഡോക്ടർ സന്മാൻ KN, അദ്ദേഹത്തിൻ്റെ സേവനവും ഇന്നു മുതൽ HNC ഹോസ്പിറ്റലിൽ ലഭ്യമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ ജില്ലാതല ബാലവേദി സർഗോത്സവം ജനുവരി 13 കാഞ്ഞങ്ങാട് മേലാങ്കോട്ടെ AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കും. നഗരസഭാ അധ്യക്ഷ KV സുജാത ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനായി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് സർഗോത്സവം. UP ഹൈസ്കൂൾ കുട്ടികൾക്കായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ജില്ലാതല മത്സരം ജനുവരി 13 രാവിലെ മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കും. കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ KV സുജാത ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സിനിമാ സീരിയൽ താരം അനു ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് KV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിക്കും. വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ മുൻ സെക്രട്ടറിയും സംഘാടക സമിതി രക്ഷാധികാരിയുമായ അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ അധ്യക്ഷനാകും. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം PVK പനയാൽ സമ്മാന വിതരണം ചെയ്യും. ജില്ലയിലെ 4 താലൂക്കുകളിൽ നിന്നായി 300ഓളം കുട്ടികൾ മത്സര ഇനങ്ങളിൽ പങ്കെടുക്കും. കാവ്യാലാപനം, ചലച്ചിത്ര ഗാനാലാപനം, കഥാപ്രസംഗം, പ്രസംഗം, മോണോ ആക്ട്, ചിത്രീകരണം, ഉപന്യാസരചന, കഥാരചന, കവിതാരചന, നാടൻപാട്ട് എന്നീ 10 ഇനങ്ങളിലാണ് മത്സരം നടക്കുക. മത്സരത്തിന് മുന്നോടിയായുള്ള മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അഖില ഭാരത ഭാഗവത മഹാസത്സംഗം ജനുവരി 13, 14 തീയതികളിൽ വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. വൈഷ്ണവം സത്സംഗവേദി, കരിവള്ളൂർ ഹൃദയാനന്ദം ഭാഗവതം അഖില ഭാരത ഭാഗവത മഹാസത്സംഗം വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ജനുവരി 13, 14 തീയതികളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 13 വൈകിട്ട് 4:30 ഭാഗവത വിളംബര ഘോഷയാത്ര മാവുങ്കാൽ ശ്രീരാമ ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇടമന ഈശ്വരൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. 5 മണിക്ക് കൊട്ടപ്പാറയിൽ ക്ഷേത്രത്തിലേക്ക് ആചാര്യ വരവേൽപ്പ്. 6:15 ഭാഗവത സദസ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൃഷ്ണദാസ് വാഴുന്നോർ ദീപപ്രജ്വലനം നടത്തും. ഡോക്ടർ വിശ്വനാഥൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. ആചാര്യൻ ബ്രഹ്മശ്രീ വാത്സവാദ്യാൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തും. ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്ത് സംസാരിക്കും. തുടർന്ന് ഭാഗവത ആരതി 1000 മൺചിറാതുകൾ തെളിയിക്കൽ. രാത്രി 8 കലാപരിപാടികൾ അരങ്ങേറും. 14 രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം. തുടർന്ന് ഭാഗവത മാഹാത്മ്യ പാരായണം ഗുരുപുരം നാരായണമൂർത്തി ഉദ്ഘാടനം ചെയ്യും.
വിഷ്ണു സഹസ്രനാമം നടക്കും. ഭാഗവത മുത്തശ്ശി നീലേശ്വരം പട്ടേനയിലെ അതിഥി അന്തർജനത്തിന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ശ്രേഷ്ഠ ആചാര്യ പുരസ്കാരം നൽകി ആദരിക്കും. 9 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സദസ്സ് ചിദാനന്ദപുര സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും. പുരസ്കാര സമർപ്പണം നടക്കും. പുസ്തക പ്രകാശനം, രാമായണം പ്രശ്നോത്തരി വിജയികൾക്കുള്ള സമ്മാന വിതരണം എന്നിവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ കെ ദാമോദരൻ ആർക്കിടെക്ട്, വൈസ് ചെയർമാൻ ഭാസി എട്ടേങ്ങാനം, ജനറൽ കൺവീനർ ബാലകൃഷ്ണൻ പൊയ്നാച്ചി, വർക്കിംഗ് കൺവീനർ ചന്ദ്രാവതി മുല്ലച്ചേരി, ക്ഷേത്രം പ്രസിഡന്റ് പി വി കുഞ്ഞിക്കണ്ണൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രുക്മിണി ജനാർദ്ദനൻ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ബാബു കോട്ടപ്പാറ, കൺവീനർ ബിനു പാണത്തൂർ, ട്രാൻസ്പോർട്ട് കമ്മിറ്റി കൺവീനർ വി ബാബു കാഞ്ഞങ്ങാട് തുടങ്ങിയവർ സംബന്ധിച്ചു. പൂച്ചക്കാട് ശ്രീ മാക്കംവീട് മുളവന്നൂർ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. 2 ദിവസങ്ങളായി നടത്തിയ മഹോത്സവത്തിൽ വിവിധ തെയ്യങ്ങൾ കെട്ടിയാടി. ഐതിഹ്യ സമ്പന്നമായ പൂച്ചക്കാട് ശ്രീ മാക്കംവീട് മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള കളിയാട്ട മഹോത്സവം ഈ വർഷവും ഭക്തിയുടെ നിറവിൽ നടത്തി. 2 ദിനങ്ങളിലായാണ് കളിയാട്ട മഹോത്സവം നടത്തിയത്. ആദ്യ ദിനത്തിൽ പൂതം ദൈവം, രക്തയാതകൻ ദൈവം അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു. 2ാം ദിനത്തിൽ പുലർച്ചെ പൊട്ടൻ തെയ്യം അരങ്ങിലെത്തി. തുടർന്ന് അടുക്കത്ത് ചാമുണ്ടി, പടിഞ്ഞാറ് ചാമുണ്ടി, വിഷ്ണുമൂർത്തി, ഗുളികൻ എന്നീ തെയ്യങ്ങളും കെട്ടിയാടി. ഉച്ചയോടെ മുളവന്നൂർ ഭഗവതി അരങ്ങിലെത്തി ഭക്തമാനസങ്ങളെ അനുഗ്രഹിച്ചു. തെയ്യക്കോലങ്ങളുടെ അനുഗ്രഹാശസ്സുകൾക്ക് പത്രീഭൂതരാകുവാൻ നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട സന്നിധിയിൽ എത്തിച്ചേർന്നത്. ഭക്തർക്ക് അന്നപ്രസാദവും നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബങ്കര മഞ്ചേശ്വരം ഹൊസങ്കടിക്ക് സമീപം കൊപ്പളപ്പുഴയിൽ അജ്ഞാത മൃതദേഹം, പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോൺഗ്രസ് നേതാവ് വിനോദ് കുമാർ പള്ളയിൽ വീടിന് നാട് കണ്ണീരോടെ വിട നൽകി. സർവകക്ഷി അനുശോചന യോഗവും ചേർന്നു. നുള്ളിപ്പാടിയിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. കാസർഗോഡ് ബദിയിടുകയിൽ വയോധികനെ പഞ്ചായത്ത് സെക്രട്ടറി മർദ്ദിച്ചതായി പരാതി. നീർച്ചാൽ സ്വദേശി അബ്ദുൾ റഹ്മാനാണ് മർദ്ദനമേറ്റത്. ചെറുവത്തൂരിലെ കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല വിവാദം, സമരം ഒഴിവാക്കണമെന്ന് CPM നേതൃത്വത്തിന്റെ നിർദ്ദേശം. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് സൗത്ത് താലൂക്ക് സമ്മേളനം നടന്നു. സംസ്ഥാന സെക്രട്ടറി PU ശങ്കരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.